ഈ കൊടുത്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ടേബിൾ 1 എന്നുള്ള ഒരു ഡാറ്റയും ടേബിൾ 2 എന്നുള്ള ഒരു ഡാറ്റയും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫയൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് സാലറി എന്ന് കാണുന്ന ഈ ഒരു സെല്ലിൽ അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാലറി ഡിസ്പ്ലേ ചെയ്യണം. എന്നാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫയൽ നമ്പർ എൻ്റർ ചെയ്തിരിക്കുന്നത് ടേബിൾ 1ലും സാലറി എന്നത് എൻ്റർ ചെയ്തിരിക്കുന്നത് ടേബിൾ 2ലുമാണ്. ഡബിൾ VLOOKUP എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ഫയൽ നമ്പർ എൻ്റർ ചെയ്ത് ഡെമോ കാണിക്കാം. ഫയൽ നമ്പർ എന്ന് എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് 2203 എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാലറി എന്നുള്ള കോളത്തിൽ 27,000 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ടേബിൾ 1ലെ ഫയൽ നമ്പർ 2203 എന്ന് എൻ്റർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് നെയിം എന്നുള്ളത് ജെയിംസ് എന്നാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ടേബിൾ 2ലെ ജെയിംസ് എന്ന് കാണുന്ന എംപ്ലോയിയുടെ സാലറി ഭാഗത്ത് 27,000 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മറ്റൊരു ഫയൽ നമ്പർ കൂടെ എൻ്റർ ചെയ്ത് ചെക്ക് ചെയ്യാം. ഫയൽ നമ്പർ എന്നുള്ള ഈ ഒരു സ്ഥലത്ത് 2209 എന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് 29,500 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ടേബിൾ 1 എന്നുള്ള സ്ഥലത്ത് 2209 എന്നുള്ളത് അദ്നൻ എന്ന എംപ്ലോയിയുടെ നെയിമാണ്. ടേബിൾ 2വിൽ അദ്നൻ എന്ന എംപ്ലോയിയുടെ സാലറി എൻ്റർ ചെയ്തിരിക്കുന്നത് 29,500 എന്ന് തന്നെയാണ്. അതുപോലെ ഫയൽ നമ്പർ എന്നുള്ള സ്ഥലത്ത് ഈ ഒരു ഡാറ്റയിൽ എൻ്റർ ചെയ്യാത്ത ഒരു നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നോട്ട് ഫൗണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ 2 ടേബിളുകളിലായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്നും VLOOKUP ചെയ്ത് എങ്ങനെയാണ് ഇതുപോലെ വാല്യൂസ് എടുക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി 3 സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത് ടേബിൾ നമ്പർ 1ൽ നിന്നും ഫയൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാമ്പിൾ ഫയൽ നമ്പർ എൻ്റർ ചെയ്യുന്നുണ്ട്. 2202 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നെയിം ഡിസ്പ്ലേ ചെയ്യേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു VLOOKUP ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് ഫയൽ നമ്പർ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം കോമ. ടേബിൾ അറേ എന്നുള്ള സ്ഥലത്ത് ടേബിൾ 1ലെ ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം ഞാൻ സെലക്ട് ചെയ്തു. കോമ. കോളം ഇൻഡെക്സ് നമ്പർ എന്നുള്ള സ്ഥലത്ത് ടേബിൾ 1ലെ 2ാമത്തെ കോളത്തിലാണ് നെയിം എൻ്റർ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി 2 കോമ. എക്സാക്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി 0. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് നവീൻ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഫസ്റ്റ് ടേബിളിൽ 2202 എന്നുള്ളതിൻ്റെ നേരെ നവീൻ എന്ന എംപ്ലോയിയുടെ നെയിമാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. 2205 എന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടേബിളിലെ നെയിം ആൻ്റണി എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അടുത്തതായി ടേബിൾ 1ലെ എൻട്രി ചെയ്യാത്ത ഒരു നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നോട്ട് ഫൗണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഈക്വൽസ് ടു എന്നതിന് ശേഷം ഈഫ് എറർ ബ്രാക്കറ്റ് ഓപ്പൺ. വാല്യൂ എറർ ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് നോട്ട് ഫൗണ്ട് എന്നാണ്. അതിനുവേണ്ടി ലാസ്റ്റ് ഭാഗത്ത് ബ്രാക്കറ്റിന് ശേഷം കോമ ഡബിൾ കോട്ട് നോട്ട് ഫൗണ്ട് ഡബിൾ കോട്ട് ബ്രാക്കറ്റ് ക്ലോസ്. ശേഷം എൻ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ടേബിൾ 1ലെ എൻട്രി ചെയ്യാത്ത ഒരു നമ്പർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നോട്ട് ഫൗണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഓൾറെഡി എൻട്രി ചെയ്തിരിക്കുന്ന ഒരു നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഈ ഒരു നെയിം ബേസ് ചെയ്ത് സെക്കൻഡ് ടേബിളിൽ നിന്നും അവരുടെ സാലറി കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു VLOOKUP ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. ലുക്കപ്പ് വാല്യൂ എന്നുള്ളതിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. കോമ. ടേബിൾ അറേ എന്നുള്ളത് സെക്കൻഡ് ടേബിളിലെ ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം ഞാൻ സെലക്ട് ചെയ്തു. കോമ. കോളം ഇൻഡെക്സ് നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് സാലറി എന്നുള്ളത് 4ാമത്തെ കോളത്തിലാണ്. അതിനുവേണ്ടി 4 കോമ. എക്സാക്റ്റ് മാച്ച് എന്നുള്ളതിന് 0. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് 28,500 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മഹേഷ് എന്ന് എൻ്റർ ചെയ്തിരിക്കുന്ന സെക്കൻഡ് ടേബിളിലെ എംപ്ലോയിയുടെ സാലറി 28,500 എന്നാണ്. VLOOKUP എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് 2 സെല്ലുകളിലാണ് നമ്മളിപ്പോൾ വാല്യൂ എടുത്തിരിക്കുന്നത്. ഈ ഒരു വാല്യൂ കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫയൽ നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത്
ടേബിൾ 1-ൽ എൻ്റർ ചെയ്തിരുന്ന ഒരു ഫയൽ നമ്പർ ഞാൻ എൻ്റർ ചെയ്യുന്നുണ്ട്. 2209 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ഈ ഒരു ഫോർമുല കോപ്പി ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. ശേഷം എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫോർമുല Ctrl+C എന്നുപയോഗിച്ച് കോപ്പി ചെയ്തു. ശേഷം സാലറി ഡിസ്പ്ലേ ചെയ്യേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിരിക്കുന്ന ഫോർമുല Ctrl+V എന്നുപയോഗിച്ച് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഫയൽ നമ്പർ എന്നുള്ള ഈ ഒരു സെൽ റെഫറൻസിൻ്റെ നമ്പർ നേരത്തെ എൻ്റർ ചെയ്തിരുന്നത് K5 എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫയൽ നമ്പർ എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെൽ റെഫറൻസ് നമ്പർ F എന്ന കോളത്തിലെ 17ാമത്തെ റോയിലാണ്. അതിനുവേണ്ടി K5 എന്നുള്ളത് ഞാൻ F17 എന്ന് ടൈപ്പ് ചെയ്തു. നേരത്തെ ഈ ഫോർമുല ഉപയോഗിച്ചിരുന്നത് ഫയൽ നമ്പർ ബേസ് ചെയ്ത് നെയിം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. സാലറി കൂടെ കണ്ടെത്തുന്നതിന് വേണ്ടി രണ്ടാമത്തെ VLOOKUP എന്ന ഫംഗ്ഷൻ കൂടെ നമുക്ക് ഈ ഒരു സെല്ലിൽ ഉപയോഗിക്കാം. അതിനുവേണ്ടി ഈഫ് എറർ ബ്രാക്കറ്റ് എന്ന് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ VLOOKUP എന്നുള്ളത് ഞാൻ എൻ്റർ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ. അതിനുശേഷം ഫസ്റ്റ് VLOOKUP വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടി എൻ്റർ ചെയ്തിരുന്ന ഈ ഒരു ഫോർമുലയിലെ ബ്രാക്കറ്റ് എന്നുള്ളതിന് ശേഷം കോമ, ടേബിൾ അറേ എന്നുള്ള സ്ഥലത്ത് ടേബിൾ 2-ലെ ഡാറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ശേഷം കോമ, കോളം ഇൻഡെക്സ് നമ്പർ എന്നുള്ള സ്ഥലത്ത് സാലറി കണ്ടെയ്ൻ ചെയ്യുന്ന 4 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം കോമ, എക്സാക്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ശേഷം എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ഫയൽ നമ്പർ 2209 എന്ന എംപ്ലോയിയുടെ സാലറി 29,500 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഫസ്റ്റ് ടേബിളിലെ 2209 എന്നുള്ളത് അദ്നൻ എന്ന എംപ്ലോയിയുടേതാണ്. സെക്കൻഡ് ടേബിളിൽ അദ്നൻ എന്ന എംപ്ലോയിയുടെ സാലറി എന്നുള്ളത് 29,500 എന്ന് തന്നെയാണ്. ഫയൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സാലറി എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഡബിൾ VLOOKUP എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള എക്സൽ മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.